ഒരു പ്രൈസ് കാർഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന് നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നത്. പിന്നെ ഏതെങ്കിലും ഒരു അടിമ നുഖത്തിന്റെ അടിയിൽ പോയി നമ്മൾ പെട്ടുപോകും. ദൈവം നമ്മളോട് വളരെ കർക്കശമായിട്ട് തന്നെ പറഞ്ഞിരിക്കുകയാണ് അല്ലെ. നമ്മൾക്ക് സെറ്റിൽ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെയധികം പെട്ടെന്ന് തന്നെ ചെയ്തേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റിപ്പോന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളില് സ്ട്രോങ് ഹോൾഡുകളും ബോണ്ടേജുകളും ഒക്കെ അല്ലെ, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും വരികയും ചെയ്യും. അതിനൊക്കെ അതിനൊക്കെ മുമ്പായിട്ട് നമ്മുടെ മനസ്സിലൊക്കെ ബിറ്റർനെസ് അല്ലെ, ദേഷ്യം, പക, അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ ഉണ്ടാകുക തന്നെ ചെയ്യും. അപ്പൊ ആരെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാനുണ്ടെങ്കിൽ അല്ലെ, പ്രശ്നങ്ങൾ പറഞ്ഞ് തീർക്കാനുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തീർക്കണം എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്. അതൊന്നും വെച്ചോണ്ട് ഇരിക്കരുത് അല്ലെ. സ്വാതന്ത്ര്യം കെട്ടുപോകുന്ന തരത്തിലുള്ള ഒരു കാര്യത്തിൽ നമ്മൾ പോകാതിരിക്കുക. തീർക്കേണ്ട കാര്യങ്ങൾ അപ്പൊ തന്നെ തീർക്കുക അല്ലെ. മനസ്സമാധാനത്തോടെ നമ്മുടെ പിതാവിനെ വർഷിപ്പ് ചെയ്യാനും ദൈവത്തിന്റെ വഴി കൂടെ നടക്കാൻ നമുക്ക് സാധിക്കുമല്ലോ അല്ലെ. യേശുക്രിസ്തു തന്നെ നമ്മുടെ ഉദാഹരണം അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള സകല മനുഷ്യരും സകലർ എന്ന് പറയാൻ പറ്റില്ല, മിക്കവാറും ആൾക്കാര് യേശുക്രിസ്തുവിന് എതിരായിട്ട് നിൽക്കുന്ന വ്യക്തികൾ തന്നെ അല്ലെ. സകലർ എന്ന് പറയാൻ പറ്റില്ല, നമ്മളാരും യേശുവിന് എതിരായിട്ട് നിൽക്കുന്നില്ല. പക്ഷെ എന്നിട്ടും കൂടെ അല്ലെ, നമ്മൾക്ക് വേണ്ടി സകലം ചെയ്തു തന്നിട്ടും കൂടെ പിന്നെയും നമ്മൾ യേശുവിനെതിരായിട്ട് നിന്നിട്ടും നിൽക്കുമ്പോൾ പോലും തള്ളിക്കളയാത്ത ഒരു മനസ്സുള്ള ദൈവം നമ്മുടെ യേശു അല്ലെ. അപ്പൊ ആ ഒരു സ്നേഹം, അവന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമ്മൾക്ക് തന്നെയാണ് ഗുണം അല്ലെ. നമ്മൾക്ക് തന്നെയാണ് ഗുണം. അതാണ് ദൈവം പറയുന്നത് അല്ലെ. നമ്മള് എന്താ പറയാ, തടവറയിലായി പോകത്തില്ല. മാനസികമായിട്ടുള്ള തടവറയിൽ അല്ലെ, പിശാചിൻ്റെതായിട്ടുള്ള തടവറയിൽ നമ്മളായി പോകത്തില്ല. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് സംസാരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ച് സംസാരിക്കാം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങയുടെ വചനത്തിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളോട് സംസാരിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച് മാസ്റ്റർ. കർത്താവെ, അങ്ങ് സംസാരിക്കുന്ന ദൈവം, അങ്ങയുടെ കുഞ്ഞാടുകളെ ഞങ്ങൾ കർത്താവിൽ ഒപ്പാത്തുകൾ അങ്ങ് വരയ്ക്കുന്ന വഴിയിൽ കൂടെ തന്നെ കർത്താവ്, അങ്ങ് നയിക്കുന്ന വഴി കൂടെ പോകാനുള്ള കൃപ ഞങ്ങൾക്ക് തടന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ഞങ്ങളോട് അങ്ങ് ക്ഷമിക്കാനും പൊറുക്കാനും പറയുമ്പോൾ കർത്താവ് അങ്ങനെയുള്ള മനസ്സിലാക്കി ഉണ്ടാകട്ടെ കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഇന്നും സംസാരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു മാസ്റ്റർ. നമുക്കിന്ന് മത്തായിന്റെ 5 അപ്പൊ നമുക്കറിയാം മത്തായിന്റെ 5:6-7 എന്ന് പറയുന്നത് എന്താ പറയാ, ഗിരിപ്രഭാഷണം അല്ലെ. അപ്പൊ 5ാമത്തെ ചാപ്റ്ററിന്റെ ആദ്യത്തെ 8-9 വാക്കുകളൊക്കെ പറയുന്ന ബിയാറ്റിറ്റ്യൂഡിനെ പറ്റി, അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെയൊക്കെ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാല് എന്താ പറയുക, സമാധാനം ഉണ്ടാക്കുന്നവർ അല്ലെ, ബ്ലസ്ഡ് ആർ ദ പീസ് മേക്കേഴ്സ് എന്ന് പറഞ്ഞിരിക്കുക. സമാധാനം ഉണ്ടാക്കുന്ന വ്യക്തികൾ അവര് ദൈവത്തിന്റെ മക്കൾ എന്നറിയപ്പെടും. അപ്പൊ നമ്മളെങ്ങനെ സമാധാനം ഉണ്ടാക്കുന്നവരൊക്കെ ആകണം എന്ന ദൈവത്തിന്റെ താല്പര്യം നമ്മളെപ്പറ്റി അല്ലെ. കാരണം നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ തന്നെ സമാധാനത്തിന്റെ രാജകുമാരന്റെ പ്രിൻസ് ഓഫ് പീസ് അല്ലെ. അപ്പൊ അവനെ പോലെ ആയിത്തീരുക, യേശുവിനെ പോലെ ആയിത്തീരുക എല്ലാ കാര്യത്തിലും. അതെന്നാ ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഒരിക്കൽ പോലും ദൈവം പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ഈ ക്രിസ്തീയ വോക്ക് എന്ന് പറഞ്ഞ്, ക്രിസ്തീയ നടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിമനോഹരമായിരിക്കുമെന്നും ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലെന്നൊന്നും ദൈവം പറഞ്ഞിട്ടില്ല. യേശുക്രിസ്തു ലോകത്തുണ്ടായിരുന്നപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു യേശുക്രിസ്തുവിന് അല്ലെ. തന്റെ സൃഷ്ടിയാൽ എന്താ പറയാ പീഡിതനായ വ്യക്തിയാണ് യേശുക്രിസ്തു. അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല എന്ന് നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല. നമ്മൾ ആർക്കും പ്രശ്നം ഉണ്ടാക്കത്തില്ലെന്ന് നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല അല്ലെ. നമ്മള് ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജഡത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്യും. പക്ഷെ അപ്പൊ അങ്ങനെയാകുമ്പോ പ്രശ്നത്തിലായി പെട്ടുപോകുന്ന വ്യക്തികളായിരിക്കരുത് എന്ന് ദൈവം പറയും. ഇവിടെ മത്തായിന്റെ 5:25-26 വാക്കുകളൊന്ന് വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. മത്തായി 5:25-26 ഇങ്ങനെ പറഞ്ഞിരിക്കുക. നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിൽ ഉള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക. അല്ലാഞ്ഞാൽ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു നീ തടവിൽ ആയിപ്പോകും. ഒടുവിലത്തെ കാശ് പോലും കൊടുത്ത് തീരുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല. ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. അപ്പൊ ഇത് യേശുക്രിസ്തു ഒരു ലാൻഡ് ലീഗൽ കാര്യത്തില് ഉണ്ടാകുന്ന പ്രശ്നത്തെ പറ്റി, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ പരമായിട്ടുള്ള ലീഗൽ കാര്യത്തെ പറ്റി മാത്രമായിട്ട് പറയുന്ന കാര്യമില്ല. പക്ഷെ അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഇപ്പൊ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കുക, ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ആത്മാവിന്റെ അനുഗ്രഹം ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുത് അല്ലെ. കാര്യം എന്താ വെച്ചാൽ ഈ ലോകത്തുള്ള കാര്യങ്ങൾക്കൊക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള വാല്യൂ ഉള്ളു. ഒരു വ്യക്തിന്റെ ആത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവന്റെ സ്പിരിറ്റ്, അല്ലെങ്കിൽ
ഒരു അവന്റെ സോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലോകത്തിനേക്കാളും വില കൂടി എന്നാ ദൈവം പറഞ്ഞിരിക്കുന്നത്. ലോകത്തെ മൊത്തം കൊടുത്താലും ഒരാളുടെ ആത്മാവിനെ വീണ്ടെടുക്കാൻ ആരെയും കൊണ്ട് സാധിക്കത്തില്ല. അപ്പൊ അത്രയധികം വിലയാണ് ഒരു വ്യക്തിക്കുള്ളത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഈ ലോകത്തിലെ പ്രശ്നങ്ങളെ പറ്റി പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ദൈവം പറഞ്ഞിരിക്കുന്നത് നമ്മൾക്ക് യേശുവിലുള്ള സ്വാതന്ത്ര്യത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെ ഒന്നിനും തന്നെ ഇനി നമ്മളെ സ്ലേവുകളാക്കി വെക്കാൻ, നമ്മളെ അടിമകളാക്കി വെക്കാനുള്ള ഇട വരുത്തരുത് അല്ലെ എന്നാ ദൈവം പറഞ്ഞു. ഇപ്പൊ ഗലാത്യർക്ക് 5 പോകുമ്പോൾ സ്വാതന്ത്ര്യത്തിനായിട്ട് യേശുക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുക എന്നാ പറഞ്ഞു. അതിൽ ഉറച്ചു നിൽക്കുക എന്നും പറഞ്ഞു. ഗലാത്യന്റെ 5:1 പറഞ്ഞിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകിയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമ നുഖത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത് അല്ലെ. അപ്പൊ അടിമ നുഖത്തിൽ കുടുങ്ങി പോകത്തക്ക രീതിയിലുള്ള സകല കാര്യങ്ങൾ ഈ ലോകത്ത് നടന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ജീവിതത്തിലേക്ക് പിശാചായിട്ട് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. പിശാചിന്റെ അതേ സ്വഭാവമാണ് നമ്മുടെ ജഡവും എങ്ങനെയെങ്കിലും കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. അപ്പൊ ദൈവം പറയുന്നത് അടിമ നുഖത്തിൽ പെട്ടുപോകുന്ന വ്യക്തികളാകരുത് എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ അതിനായിട്ട് അതിനെപ്പറ്റി ഇവിടെ ഒരു കാര്യം പറയുക, നിന്റെ പ്രതിയോഗിയോട് കൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക. ഏതെങ്കിലും വ്യക്തിയോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വളരെ വേഗത്തിൽ അതിന് പരിഹാരം ഉണ്ടാക്കുക എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു അല്ലെ. സന്ധി സംഭാഷണത്തിൽ അകപ്പെട്ടുകൊണ്ട് അത് തീർത്ത് എടുക്കുക ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ പ്രശ്നത്തെപ്പറ്റി പറയുക, നിന്റെ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ ചേർക്കും ഏൽപ്പിച്ചു, നീ തടവിൽ ആയിപ്പോകും. അപ്പൊ തടവിലാകുന്ന തരത്തിലുള്ള ഒരു പ്രശ്നം ഒരു കാര്യവും ചെയ്യരുത് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോ ന്യായാധിപതിന്റെ മുമ്പിലൊക്കെ ചെല്ലുന്നതിനെ പറ്റി, ഇവിടുത്തെ ഈ ലോകത്തിലെ കാര്യത്തെപ്പറ്റി അതൊരു കാര്യം. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ആത്മാവിന്റെ തടവ് അല്ലെ, ആത്മാവായി പോകാൻ ചാൻസ് ഉള്ള, അല്ലെ പ്രാണനായി പോകാൻ ചാൻസ് ഉള്ള ആ തടവിലാകപ്പെട്ടു പോകുന്ന വ്യക്തികളാകരുത്. 26ാമത്തെ വാക്കൊന്ന് വായിച്ചു നോക്കൂ. ഒടുവിലത്തെ കാശ് പോലും കൊടുത്ത് തീരുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയെന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. അപ്പോ ഒരു വ്യക്തിന്റെ ആത്മാവിന്റെ വില അല്ലെങ്കിൽ പ്രാണന്റെ വില ഭയങ്കര അധികമാണെങ്കിൽ അല്ലെ, അപ്പൊ അത് കൊടുത്തു തീരുവോളം നമ്മൾ ആ കാരാഗ്രഹത്തിലായി പോകും എന്നൊക്കെ പറയുമ്പോ അവസ്ഥ ഒന്ന് ഓർത്തു നോക്കി. അപ്പൊ ദൈവം നമ്മളോട് പറയുക, ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് തന്നെ ചെയ്യുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആരോടെങ്കിലും മാപ്പ് പറയേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ മാപ്പ് പറഞ്ഞ് പ്രശ്നം അവിടെ കൊണ്ട് ഒതുക്കി തീർക്കുക അല്ലെ. നമ്മൾ ആരോടെങ്കിലും ക്ഷമിക്കേണ്ട ആ സാഹചര്യം ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ പെട്ടെന്ന് ആയിട്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചെടുക്കും. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ മനസ്സിൽ നമ്മൾ ഇങ്ങനെ അതിനെപ്പറ്റി ചിന്തിച്ചു കൂട്ടും മനസ്സമാധാനം പോകും, കയ്പും മനസ്സിൽ നിറയും. പിന്നെ എന്താ വെച്ചാൽ ക്ഷമിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും. നമ്മൾ കുറെ ദിവസങ്ങൾ കഴിയുന്നതോറും സെയിം കാര്യത്തെപ്പറ്റി നമ്മൾ പിന്നെയും ചിന്തിക്കുവാൻ തോറും എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് എന്താ പറയുക, ഒരു മനസ്സിൽ സമാധാനം ഉണ്ടാകത്തില്ല. പിന്നെ നമ്മള് ഇങ്ങനെ ഈ വ്യക്തി എന്നോട് ചെയ്തല്ലോ, പിന്നെ ആ കാര്യങ്ങൾ തന്നെ നമ്മളിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നതോറും പിന്നെ ദേഷ്യം വരുവാ നമുക്ക് ചെയ്യുന്നത് അല്ലെ. നമ്മൾ പിന്നെ ദേഷ്യത്തിലേക്ക് നമ്മളായിപ്പോ. അപ്പൊ അതുകൊണ്ട് തന്നെ ദൈവം നമ്മളോട് പറയുക, അതെല്ലാം വിട്ടിട്ട് അല്ലെ, ആ കാര്യങ്ങളെല്ലാം വിട്ടിട്ട് നമ്മള് ക്ഷമിക്കും, പൊറുക്കെ സെറ്റിൽ ചെയ്യേണ്ട കാര്യങ്ങൾ സെറ്റിൽ ചെയ്യും. എത്രയും പെട്ടെന്ന് സെറ്റിൽ ചെയ്യുന്ന വ്യക്തികളായിരിക്കും. എത്രയും പെട്ടെന്ന് അതിനെപ്പറ്റി പറഞ്ഞ് വേഗത്തിൽ അവനോട് ഇണയിച്ചേരുന്ന പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരു നിമിഷം പോലും ഇല്ല നമുക്ക് വെറുതെ കളയുന്നതിന് വേണ്ടി. എത്രയോ ആൾക്കാർ ചെറിയ ഒരു സില്ലി കാര്യത്തിൽ തുടങ്ങിയിട്ട് പിന്നെ വലിയ പകയായിട്ട് അല്ലെ, വലിയ കുടുംബങ്ങൾ തമ്മിലുള്ള പകയായിട്ടൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളിലേക്കൊക്കെ നടന്നു പോയിരിക്കുന്ന കാര്യങ്ങൾ ലോകത്തിൽ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് അല്ലെ. കൊലപാതകത്തിൽ വരെ എത്തിപ്പെടുന്ന തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ കേട്ടോണ്ടിരിക്കുക അല്ലെ. അത് ലോകത്തിന്റെ കാര്യം അത് അങ്ങനെ ഒരു കാര്യം. പക്ഷെ നമ്മളുടെ ഇടയ്ക്കും കൂടെ അല്ലെ, നമ്മൾ വിശ്വാസികളായിരിക്കും, നമ്മളുടെ ഇടയ്ക്കും കൂടെ അങ്ങനത്തെ എത്രയോ കാര്യങ്ങളൊക്കെ നടക്കുന്നു. പകയിൽ ആയി പോകുന്ന വ്യക്തികൾ. അപ്പൊ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നമ്മള് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആയപ്പോൾ ദൈവം ഒരിക്കൽ പോലും നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, സ്നേഹമുള്ള വ്യക്തികളാകുമെന്ന് പറഞ്ഞു. സ്നേഹിക്കാൻ നമ്മൾ പഠിക്കുന്ന അറിയാവുന്ന വ്യക്തികൾ ആയിരിക്കും അല്ലെ. എന്താ പറഞ്ഞിരിക്കുന്നത്, വെറുതെ സ്നേഹിക്കുമെന്നുള്ള. അപ്പൊ സ്നേഹം എന്ന് പറയുമ്പോ എന്താ പറയാ, പലതരത്തിലുള്ള സ്നേഹം ഉണ്ടല്ലോ. യേശുക്രിസ്തു സ്നേഹിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഒരു സെൽഫിഷ്നെസ് ഇല്ലാത്ത അൺസെൽഫിഷ് ആയിട്ടുള്ള സ്നേഹം യേശുക്രിസ്തുവിന്റെ. നമുക്ക് പലരും വിചാരിക്കുന്നത് യേശുക്രിസ്തു ദൈവമല്ലേ,
അല്ലെ? യേശുക്രിസ്തു ദൈവമല്ലേ? അപ്പൊ യേശുക്രിസ്തുവിന് എങ്ങനെ വേണേലും നമ്മളെ സ്നേഹിക്കാമല്ലോ. പക്ഷെ അപ്പൊ ഈ ലോകത്തുണ്ടായിരുന്ന സമയത്ത് യേശുക്രിസ്തു ലോകത്തുണ്ടായിരുന്ന സമയത്ത് പക്കാ മനുഷ്യനുമായിരുന്നു. 100% മനുഷ്യനും 100% ഗോഡുമായിരുന്നു അല്ലെ? അപ്പൊ അങ്ങനെയാകുമ്പം ഇങ്ങനെ തന്റെ സൃഷ്ടി തന്നെ ആർക്കെങ്കിലും ഈ ലോകത്തില് മറ്റുള്ളവരോട് ക്ഷമിക്കാതിരിക്കാനുള്ള അവകാശമുണ്ടെങ്കിൽ അത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ സൃഷ്ടിച്ചത് അവനിൽ നിന്നാണ്. യേശുക്രിസ്തുവിനെ പറ്റി ഇങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നത് അല്ലെ? എന്താ പറയാ വെളിപാടിൽ എഴുതിയിരിക്കുന്ന കാര്യം എങ്ങനെയാ? എന്താ പറയാ ലോകാരംഭത്തിന് മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അവന്റെ മരണത്തിൽ നിന്നാണ്. അല്ലെ? യേശു തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം ഒരു ഗോതമ്പ് മണി അത് നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അതിൽ നിന്ന് ഗോതമ്പ് മണികൾ പിന്നെ ഉണ്ടാകുന്നില്ല അല്ലെ? അത് ഇരട്ടിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്നെ എന്താ പറയാ ഗോതമ്പ് അത് എന്താ പറയാ അത് അതിൻ്റെ അകത്തുള്ള ആ ജീവൻ അത് നശിച്ചു പോവുകയോ ചെയ്യുന്നത് അല്ലെ? പക്ഷെ അത് നിലത്ത് വീണ് ചാകുമ്പോ അവത്തിൽ നിന്ന് അനേകായിരം ഗോതമ്പുകൾ പിന്നെ ഉണ്ടാകുന്നു. എന്ന് പറഞ്ഞ പോലെയാണ് യേശുക്രിസ്തു ക്രോസ് ഓഫ് കാൽവരിയില് നമ്മൾക്ക് വേണ്ടി മരിച്ചപ്പോ അതിന് മുമ്പത്തെ കാര്യം പറയട്ടെ, ലോകാരംഭത്തിന് മുമ്പേ യേശുക്രിസ്തു മരിച്ചതാണ് അല്ലെ? സ്പിരിച്വൽ ലംസിൽ മരിച്ചത് നമ്മളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി അല്ലെ? അപ്പോ അങ്ങനെയാകുമ്പോ നമ്മളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് യേശുക്രിസ്തു മരിച്ചെങ്കില് നമ്മുടെ പാപത്തിന് പരിഹാരം നമുക്ക് എന്താ പരിഹാരം ഉണ്ടാക്കേണ്ടി വന്നത് നമ്മൾ മോശപ്പെട്ടവരായോണ്ടാ. സകല പാവം നമ്മൾ ചെയ്യുന്നത് മനുഷ്യർക്കെതിരായിട്ടല്ല, ദൈവത്തിനെതിരായിട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മളോട് ക്ഷമിക്കാതിരിക്കാനുള്ള സകല തരത്തിലുള്ള എന്താ പറയാ അവകാശം ഉണ്ടായിരുന്ന വ്യക്തിയാണ് യേശുക്രിസ്തു. എന്നിട്ടും കൂടി നമ്മൾക്ക് വേണ്ടി നമ്മളോട് ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്തിരിക്കുന്ന ദൈവ യേശു വ്യക്തി നമ്മൾ പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്ത ദൈവമാണ് യേശുക്രിസ്തു. അപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരിക്കൽ പോലും ഒരു ബോണ്ടേജിൽ നമ്മളായി പോകരുത് അല്ലെ? അതിനുവേണ്ടി അപ്പൊ നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ കുറച്ചു മുമ്പ് വായിച്ച മത്തായിന്റെ 5 പറഞ്ഞിരിക്കുക നമ്മളുടെ അഡ്വേഴ്സറി ആയിട്ട് അല്ലെ? നമ്മളുടെ എന്താ പറയുക പ്രതിയോഗിയായിട്ട് എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തീർക്കുക എന്ന് പറഞ്ഞിരിക്കുക. എത്രയും പെട്ടെന്ന് അത് ഇരിക്കുന്തോറും മനസ്സിലിരിക്കുന്തോറും അതിനൊരു പരിഹാരം ഉണ്ടാകാതിരിക്കുന്നിടത്തോളം കാലം പിന്നെയും പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കുന്നു. അപ്പൊ എല്ലാം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക എന്നുള്ളത് അല്ലെ? പല ആംഗിളിൽ നിന്ന് ഒരേ കാര്യത്തെപ്പറ്റി ചിന്തിക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ മാനുഷികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരേ കാര്യത്തെപ്പറ്റി നമ്മൾ പല രീതിയിൽ ചിന്തിക്കും. എന്നാലും ഇങ്ങനെ എന്നോട് എങ്ങനെ ദ്രോഹിക്കാൻ തോന്നി, എന്നെ ഇത്രയധികം ദ്രോഹിക്കാൻ എങ്ങനെ തോന്നി, ഇവനോടൊക്കെ എത്ര മനോഹരമായിട്ട് ഞാൻ പെരുമാറി, എത്ര സ്നേഹത്തോടെ പെരുമാറി, പക്ഷെ ഇവനൊക്കെ എന്നോട് എങ്ങനെ പെരുമാറാൻ തോന്നി, ചോറില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളങ്ങോട്ട് ചിന്തിച്ച് ഓരോ പ്രാവശ്യം ചിന്തിക്കുന്തോറും നമ്മുടെ മനസ്സിലേക്ക് പിന്നെ ദേഷ്യം വന്നു കൂടുകയും അങ്ങനെ ദേഷ്യം കൂടുമ്പോൾ അതൊരു കൈപ്പാട്ട് തീരുകയും പിന്നെ ഒരിക്കൽ പോലും പൊറുക്കാൻ വയ്യാത്ത അത്രയും ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് മാറുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അതോടൊപ്പം തന്നെ പിശാച് അല്ലെ നമ്മുടെ എന്താ പറയുക മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള മനസ്സില്ലായിരിക്കും അതൊരു വലിയൊരു ലൂപ്പ് ഹോളായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരും നമ്മളെ പിന്നെ ബോണ്ടേജിലാക്കി തീർക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ദൈവം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്താ പറയുക കാരാഗ്രഹത്തിലായി പോകുന്ന പോലെ തടവിലായി പോകുന്നതിനുള്ള പ്രവൃത്തി നിങ്ങൾ ചെയ്യാൻ പോകരുത്. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നമുക്കിപ്പോൾ ആരെങ്കിലുമായിട്ട് പ്രശ്നമുണ്ടെന്ന് വിചാരിച്ചപ്പോൾ നമുക്കത് നേരത്തെ പറഞ്ഞ പോലെ നമ്മളത് വെച്ച് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന് പെരുമാറി എന്താ പറയുക നമ്മളിങ്ങനെ ചിലർ അത് മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറും മറ്റുള്ളവരോട് അല്ലെ? ചിലരാണെങ്കിൽ മനസ്സിൽ ഒന്ന് വെച്ചുകൊണ്ടിരിക്കും, പുറത്ത് കാണിക്കുന്ന വേറൊന്നായിരിക്കും, വളരെ സ്നേഹത്തോടെയൊക്കെ പുറമെ കാണിക്കും, പക്ഷെ മനസ്സിനുള്ളിൽ നിറച്ചും പകയും വിദ്വേഷമായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ വേറൊരു കാര്യം പറയട്ടെ, പകയും വിദ്വേഷം അല്ലെങ്കിലും ഹേർട്ടുകൾ അല്ലെ മനസ്സിലുണ്ടാകുന്ന മുറിവുകൾ അതൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മളോട് ദൈവം ഒരിക്കൽ പോലും വന്നിട്ടില്ല എന്താ പറയുന്നത് നമുക്ക് കാലാകാലങ്ങൾ നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടൊന്നുമില്ല അല്ലെ? ഇന്ന് ദൈവം നമ്മളെ വിളിച്ചാലും പോകാൻ തയ്യാറായിട്ടിരിക്കേണ്ട ആൾക്കാർ നമ്മൾ. അപ്പൊ അങ്ങനെ ഇന്ന് ദൈവം വിളിക്കുവാണെങ്കിൽ അല്ലെ നമ്മൾക്ക് നമ്മുടെ ഈ മനസ്സിലുണ്ടായിരുന്ന വേദന അല്ലെങ്കിൽ മറ്റുള്ളവരെന്തെങ്കിലും ചെയ്തു എന്നുള്ള ഒരു വേദന അല്ലെങ്കിൽ അവരോടുള്ള ദേഷ്യവും കയ്പും പകയും വിദ്വേഷവും അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ അല്ലെ പറ്റിയില്ല എന്നൊന്ന് വിചാരിച്ചു അല്ലെ? ആ പാപം അതൊരു പാപമായിരിക്കുമല്ലോ. കാരണം വെച്ചാല് എത്രയും പെട്ടെന്ന് അല്ലെ വേഗത്തിൽ ആൾക്കാരോട് പൊറുക്കുക എന്ന് തന്നെ ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പൊ എഫേസ്യർ ലേഖനത്തിൽ 4-ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇത് സൂര്യൻ അസ്തമിക്കാൻ സമ്മതിക്കരുത് നമ്മുടെ പകലും വിദ്വേഷത്തിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ അത് ദൈവം പറഞ്ഞിട്ട് പിന്നെ നമ്മളതങ്ങ് ചെയ്യാതിരിക്കുമ്പോ നമ്മളെങ്ങനെ മരിച്ചു പോകുന്ന സിറ്റുവേഷൻ ഓർത്ത് നോക്കി. അപ്പൊ ഇതാ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത് നീ തടവിലായി പോകുന്ന ഒരു അവസ്ഥയായി പോകും എന്നാ പറഞ്ഞിരിക്കുന്നത്.
പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ന് തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണെങ്കിൽ ഇന്ന് തന്നെ തീർക്കുക, അല്ലെ? കാരണം നമ്മുടെ ആത്മാവാണ്, നമ്മുടെ പ്രാണനാണ് ഏറ്റവും വലുത്, അല്ലെ? ഈ ലോകത്തുള്ള കാര്യങ്ങളെക്കാളും അല്ലേ ഏറ്റവും വലുത് നമ്മുടെ പ്രാണനാണ്. നമ്മുടെ ഇമേജിനേക്കാളൊക്കെ ഏറ്റവും വലുത് നമ്മുടെ പ്രാണൻ, നമ്മുടെ ആത്മാവാണ്. യേശുക്രിസ്തു ഇന്ന് നമ്മളെ വീട്ടിലേക്ക് വിളിച്ചാൽ പോകാൻ വേണ്ടി ഇന്ന് നമ്മളെ നമ്മുടെ നിത്യഭവനത്തിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ പോകാനായിട്ട് നമ്മൾ തയ്യാറായിരിക്കുന്ന വ്യക്തികളായിരിക്കണം. അതിനായിട്ട് പറഞ്ഞിരിക്കുന്നത് ലേഖനത്തിലെ 5-ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന സ്വാതന്ത്ര്യത്തിനായിട്ട് നമ്മൾ സ്വതന്ത്രരാക്കിയിരിക്കുന്നത്, അല്ലെ? നമ്മൾ സെറ്റിൽ ചെയ്യേണ്ട കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുവാണെങ്കിൽ നമ്മൾ തന്നെ തടവറയിലായി പോകത്തില്ലല്ലോ, അല്ലെ? എന്താ പറയുക, ദൈവം ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല നമ്മളുടെ പ്രതിയോഗികൾ നമ്മളോട് മോശപ്പെട്ട രീതി പെരുമാറിയിട്ടില്ല, ഇതെല്ലാം നിങ്ങൾ തോന്നലാണെന്നൊന്നും ദൈവം പറഞ്ഞിട്ടില്ല. നമ്മുടെ പ്രതിയോഗികൾ നമ്മുടെ മോശപ്പെട്ട രീതിയിൽ പെരുമാറിയിട്ടുണ്ട്, അല്ലെ? നമ്മൾക്ക് യുദ്ധമുണ്ട് എന്ന് തന്നെ ദൈവം പറഞ്ഞിരിക്കുന്നു. നമുക്ക് എന്താ പറയാ പോരാട്ടം ഉണ്ടെന്ന് തന്നെയാ എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ 6-ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. പോരാട്ടം നടന്നുകൊണ്ടേയിരിക്കും എല്ലാ ദിവസവും, അല്ലെ? എല്ലാ നിമിഷവും. അപ്പൊ പല ആൾക്കാരും നമുക്കെതിരെ പണിയുന്നുണ്ട്, അല്ലെ? നമ്മളും മോശമില്ലാത്ത പലപ്പോഴും പല കാര്യങ്ങളും അങ്ങോട്ടും ചെയ്തിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഇല്ലതൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മളൊന്നും വലിയ എന്താ പറയാ പുണ്യവാളന്മാരൊന്നും അല്ലല്ലോ നമ്മൾ. ശരിക്കും പറഞ്ഞാൽ സെയിന്റുകളാണ് നമ്മള്. പക്ഷെ എന്നാലും അല്ലെ ആ ഒരു സ്വഭാവം നമ്മൾ മിക്കവാറും തന്നെ കാണിക്കുന്ന വ്യക്തികളല്ലല്ലോ. അപ്പൊ അങ്ങനെയാകുമ്പോ ദൈവം പറയുന്നത് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു കാര്യത്തിൽ നമ്മുടെ ഈ ജഡത്തിൻ്റെതായിട്ടുള്ള സ്വഭാവം, അല്ലെ, അത് കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ ഒന്നിനും തന്നെ അല്ലെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തപ്പോ അതിൽ നിന്ന് വരുന്ന വേദനയായിരിക്കാം, മാനസികമായിട്ടുള്ള വേദനയായിരിക്കാം, അല്ലെങ്കിൽ അവരോടുള്ള പകയായിരിക്കാം, വിദ്വേഷമായിരിക്കാം, അല്ലെ അവരെന്തെങ്കിലും നമുക്കെതിരായിട്ട് മോശപ്പെട്ട രീതി ചെയ്തിട്ടുണ്ടായിരിക്കും. എന്താന്ന് പറഞ്ഞാലും അത് പെട്ടെന്ന് തന്നെ സെറ്റിൽ ചെയ്യുക, തീർക്കുക കാര്യം. കാരണം ഒന്നിനും തന്നെ നമ്മളെ ബോണ്ടേജിലാക്കി വെക്കാൻ അനുവദിക്കരുത്, അല്ലെ? നമുക്ക് യേശുവിന്റെ ഒപ്പം ഉണ്ടായിരിക്കണം. നമ്മൾ യേശുവിന്റെ ഒപ്പം ആയിരിക്കണം. അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് എപ്പോഴും നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവാണ്, നമ്മുടെ പ്രാണനാണ് ഇമ്പോർട്ടന്റ്, അല്ലെ? ഈ ലോകത്തിലെ ഒന്നിനേക്കാളും ലോകത്തിലെ എല്ലാത്തിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവാണ്, നമ്മുടെ പ്രാണനാണ്. അത് കഴിഞ്ഞിട്ടേ ബാക്കി എന്തുള്ളൂ, അല്ലെ? അതെപ്പോഴും മനസ്സിലാക്കി നമ്മൾ വെക്കുക, അതനുസരിച്ച് നമ്മൾ പെരുമാറുക. ഈസി ഒന്നും ആയിരിക്കത്തില്ല ക്ഷമിക്കാൻ. അതുപോലത്തെ പ്രവർത്തികളായിരിക്കും വ്യക്തികൾ നമ്മളോട് ചെയ്തിരിക്കുന്നു. പക്ഷെ എന്നാലും അല്ലെ നമ്മുടെ ആത്മാവിനെ ഓർത്ത്, നമ്മുടെ പ്രാണനെ ഓർത്ത്, നമ്മുടെ യേശുവിനോടൊപ്പമുള്ള നമ്മുടെ ജീവിതത്തെ ഓർത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ, അല്ലെ, നമ്മുടെ യേശുവിനോടുള്ള ജീവിതം നമ്മൾ നഷ്ടപ്പെടുത്തി കളയാൻ നമ്മൾ ശ്രമിക്കരുത്, അല്ലെ? അപ്പൊ അതിനായിട്ട് അല്ലെ നമ്മൾ ക്ഷമിക്കുന്നതിനും പൊറുക്കുന്നതിനും വളരെ പെട്ടെന്ന് ശ്രമിക്കുന്ന വ്യക്തികളായിരിക്കാം. നമ്മളായിട്ട് സേറ്റനൊരു ചാൻസ് ഉണ്ടാക്കി കൊടുക്കരുത്. അപ്പൊ നമ്മളിപ്പോ മറ്റുള്ളവർ ക്ഷമിക്കാതെ പൊറുക്കാതെ ഇരിക്കുമ്പോ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് സൈറ്റിനെ അത് വളരെ മനോഹരമായിട്ട് ഉപയോഗിക്കുക തന്നെ ചെയ്യും, അല്ലെ? നമ്മുടെ ഉള്ളിൽ കിട്ടിയ എന്താ പറയാ വേദനകൾ അതൊക്കെ ഡിപ്രഷനാക്കി കൊണ്ടുപോവുകയും, അല്ലെ, പലരും ഡിപ്രഷന്റെ മോഡിലേക്ക് തന്നെ എത്തിപ്പെട്ടിട്ടുണ്ട്, അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ ദ്രോഹമായിട്ട് നമ്മളോട് പെരുമാറിയത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വന്നുപെട്ട വേദന കാരണം, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ കാരണം, എന്താ പറയാ മറ്റുള്ളവരോടുള്ള ദേഷ്യം കാരണം അങ്ങനെയൊക്കെ ഡിപ്രഷന്റെ അവസ്ഥയിലേക്ക് തന്നെ പോകുന്ന ആൾക്കാരുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മളായിട്ട് തന്നെ നമ്മളെ കൊണ്ട് ചാടിക്കരുത് എന്ന് ദൈവം പറയുന്നത്, അല്ലെ? നമ്മള് പൊറുക്കാൻ മനസ്സുള്ള വ്യക്തികളായിക്കട്ടെ, നമ്മൾക്ക് വേണ്ടി തന്നെ. അതാണ് ദൈവം പറയുന്നത്, നമുക്ക് വേണ്ടി തന്നെ, അല്ലെ? നമ്മള് തടവിലായി പോകാതിരിക്കുന്നതിന് വേണ്ടി. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പൊ കൊണ്ട് പ്രാർത്ഥിച്ച ശേഷം നിർത്താം. കർത്താവ് സഭത്തെ നന്ദി പറയുന്നു കർത്താവേ, ഞങ്ങളുടെ വചനത്തിന് നന്ദി പറയുന്നു കർത്താവ്. ഞങ്ങളെ കേട്ടതിനായിട്ടും ഞങ്ങള് സ്നേഹിക്കുന്നതിനായിട്ട് കർത്താവ്, ഞങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ, താങ്ക് യു സോ മച്ച് മാസ്റ്റർ ഗോഡ്. ആരോടെങ്കിലും ഞങ്ങൾക്ക് പൊറുക്കാനും ക്ഷമിക്കാനും ഉണ്ടെങ്കിൽ കർത്താവെ എത്രയും പെട്ടെന്ന് ക്ഷമിക്കാനും പൊറുക്കാനുള്ള കൃപ തരണം അപേക്ഷിക്കുന്നു കർത്താവെ. അങ്ങനെയാകുമ്പോൾ ഞങ്ങള് സ്വാതന്ത്ര്യരായിരിക്കും യേശുവിന്റെ നാമത്തിൽ. ആമേൻ. അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. ഇന്ന് കേട്ടതിന് നന്ദി പറയുന്ന യേശുവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.